ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. കുട്ടികളുടെ വാശി മാറ്റാനുള്ള കുറച്ച് ടിപ്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുട്ടി വാശിക്കാരനായി മാറുന്നതിന് പ്രധാന ഉത്തരവാദികൾ അവൻ്റെ രക്ഷിതാക്കൾ തന്നെയാണ്. കുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റുള്ള ആൾക്കാരോട് പറയും അവൻ വാശിക്കാരനാണ്, അവൻ ആവശ്യപ്പെട്ടത് കൊടുത്തില്ലെങ്കിൽ അവൻ അത് കിട്ടുന്നത് വരെ കരയും എന്നൊക്കെ. ഇങ്ങനെയൊക്കെ രക്ഷിതാക്കൾ പറയുമ്പോൾ അവൻ അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ സ്വഭാവക്കാരനായി മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മളായിട്ട് മോശക്കാരാക്കുന്നത് എന്തിനാണ്? ഒരു കുട്ടിക്ക് വാശി കൂടുന്നത് നമുക്ക് അവരോടുള്ള സമീപനത്തെ ആശ്രയിച്ചിരിക്കും. കുട്ടികളായാൽ ചെറിയ തോതിൽ വാശിയൊക്കെ ഉണ്ടാവും, പക്ഷേ രക്ഷിതാക്കൾ അതിനെ വഷളാക്കരുത്. കുട്ടികൾ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ കരഞ്ഞ് ബഹളം കൂട്ടുന്നതിനാണല്ലോ നമ്മൾ വാശി എന്ന് പറയുന്നത്. കുട്ടികൾ അവരുടെ ലോകത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ലെങ്കിൽ അവർ ബഹളം കൂട്ടും. നമ്മൾ അവരെ മനസ്സിലാക്കി പെരുമാറുക. നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും അവരോട് സംസാരിച്ച് അപ്പോൾ അവരുടെ ശ്രദ്ധ മാറ്റുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് അവരുടെ ആവശ്യം പറയുമ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാറുണ്ടോ? എങ്കിൽ ദേഷ്യപ്പെടരുത്. ആദ്യം അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുക. എന്നിട്ട് ചെറിയ കാര്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇനി വലിയ കാര്യമോ മറ്റോ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന് വീണ്ടും ബഹളം കൂട്ടും. അല്ലാതെ കുട്ടികൾ വാശി കാണിക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും വാശി കാണിക്കരുത്. ഇത് കുട്ടിക്ക് നിങ്ങളോടുള്ള അടുപ്പം കുറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങളെ പേടിയില്ലാതെയും ആവും. കുട്ടികൾ അനുഭവങ്ങളിലൂടെ തന്നെ എല്ലാം പഠിക്കണം. അവർ സ്വന്തമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾക്ക് പൊതുവേയുള്ള സ്വഭാവമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ നിയന്ത്രിക്കുക എന്നത്. അങ്ങനെ ഓവറായിട്ട് കുട്ടിയെ കൺട്രോൾ ചെയ്യരുത്. ഉദാഹരണത്തിന് ഒരു ചില്ല് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയെന്നിരിക്കട്ടെ കുട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ വേഗം അവരോട് ദേഷ്യപ്പെടും, അല്ലേ? നീ അത് പൊട്ടിച്ചു, എനിക്കറിയായിരുന്നു നീ അത് പൊട്ടിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് സീൻ വഷളാക്കും. ശരിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ അത് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അവരോട് ദേഷ്യപ്പെടുക. അയ്യോ അത് പൊട്ടിയോ, സാരമില്ല, ഇനി ചില്ല് ഗ്ലാസ് എടുക്കുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിക്കണേ, ചില്ല് ഗ്ലാസ്സല്ലേ, അത് വീണാൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലാവും. ചില്ല് തറയിൽ വീണാൽ പൊട്ടുമെന്നും അതുകൊണ്ട് ചില്ല് പാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നുമൊക്കെ. നേരെ മറിച്ച് നിങ്ങൾ വഴക്ക് പറയുകയാണെങ്കിലോ, കുട്ടികൾ ഇതിൽ നിന്ന് ഒരു പാഠവും പഠിക്കില്ല. പേരൻറ്റിങ് എന്താണ് ശരിക്കും പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മൾക്ക് എത്ര തിരക്കാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് നല്ല ശ്രദ്ധയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അവർ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം. എല്ലാ സമയത്തൊന്നും നമ്മൾക്ക് ക്ഷമയുണ്ടാവില്ല. എങ്കിലും ക്ഷമ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ മോനെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. കുട്ടികൾ വാശി പിടിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടി ഒരു ടോയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്നുണ്ടെങ്കിൽ എത്ര കരഞ്ഞാലും അത് വാങ്ങിക്കൊടുക്കരുത്. കൊടുത്താൽ കരഞ്ഞാൽ കിട്ടുമെന്ന പാഠം അവൻ പഠിക്കും. അതുകൊണ്ട് അതിനിടവരാതെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കരഞ്ഞ് മതിയാവുമ്പോൾ അവന് മനസ്സിലാവും കരഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ അവൻ വാശിയൊക്കെ മാറ്റിക്കൊള്ളും. പിന്നെ കുട്ടിയോട് നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളോട് എപ്പോഴും സംസാരിക്കുകയും വേണം. അവരെ അവോയ്ഡ് ചെയ്യരുത്. നമ്മൾ അവരെ കേട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കുട്ടികളോട് ഒരിക്കലും ഒച്ചയെടുത്ത് സംസാരിക്കുകയും അരുത്. നിങ്ങൾക്കാരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് കുട്ടിയോട് തീർക്കരുത്. പിന്നെ എന്ത് കാര്യമായാലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾ നല്ലൊരു പാരൻ്റായി തീരും. കുട്ടികളുടെ വാശിയും മാറ്റാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്